സ്പെയിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായ കണക്ക് ശേഖരിച്ചു തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഏറ്റവും ഭീകരമായ കഠിനമായ ഒരു കാട്ടുതീയാണ് അവിടെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നത്. 1100 പേരുടെ ജീവനാണ് ഇതിനോടകം നഷ്ടമായിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇതിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു അവസ്ഥ ഈ രാജ്യത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉഷ്ണതരംഗമാണ് ഈ കാട്ടുതീ ഇത്രയധികം തീവ്രമാക്കി മാറ്റിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാർലോസ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് ഓഗസ്റ്റ് 3-നും ഓഗസ്റ്റ് 18-നും ഇടയിൽ സ്പെയിനിൽ 1149-ലധികം മരണങ്ങളുണ്ടായി എന്നതാണ് കണക്ക് കൂട്ടുന്നത്. അമിത താപം തന്നെയാണ് ഈ കാട്ടുതീ വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്തെ ആകമാനം വിഴുങ്ങുന്ന രീതിയിൽ, രാജ്യത്തിൻ്റെ പല മേഖലകളെയും താറുമാറാക്കുന്ന രീതിയിൽ ഈ കാട്ടുതീ മുന്നോട്ട് പോകും. ചിലയിടത്ത് താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടന്നിരുന്നു. ഇതുവരെയുള്ളതിൽ 3,82,000-ലധികം ഹെക്ടർ ഭൂമിയാണ് കാട്ടുതീ വിഴുങ്ങിയിരിക്കുന്നത്. കണക്ക് സൂചിപ്പിക്കുന്നതനുസരിച്ച് ലണ്ടൻ നഗരത്തിൻ്റെ ഇരട്ടിയിലധികം വിസ്തീർണം ഇതിനുണ്ടെന്ന് വേണം കണക്ക് കൂട്ടാൻ. കാട്ടുതീയുമായി ശക്തമായി തന്നെയാണ് അധികൃതർ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. എമർജൻസി വിഭാഗത്തിലെ ജീവനക്കാരടക്കം അവശരായി വീഴുന്നുവെന്നുള്ള റിപ്പോർട്ടുകളടക്കം അവിടെ നിന്നും പുറത്തു വരുന്നു. പോരാടുന്നതിനും ഒരു പരിധിയുണ്ടെന്നും അതിനപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കാട്ടുതീ വിഴുങ്ങുകയാണെന്നുള്ള സൂചനയും ലഭിക്കുകയാണ്. പല ഗ്രാമങ്ങളും കാട്ടുതീയുടെ ഭീഷണി മൂലം നശിച്ച് നാമാവശേഷമായി ചാമ്പലായി മാറിയപ്പോൾ പലയിടത്തും ജനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കഠിനമായി അനുഭവിക്കുന്നത്. റോഡ് റെയിൽ കണക്ടിവിറ്റി ഒക്കെ തന്നെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം. നിരവധി ആളുകൾ തങ്ങളുടെ ജന്മസ്ഥലം വിട്ടൊഴിഞ്ഞ് പലായനം ചെയ്തു പോകുന്ന കാഴ്ച, അങ്ങനെ ഏറെ ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സ്പെയിനിൽ കാണാൻ സാധിക്കുന്നത്. അതീവ ഗുരുതരമായൊരു സാഹചര്യം രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുകയാണ്. മാധ്യമങ്ങളും അതുപോലെ ജനങ്ങളും കൂടുതൽ കരുതലോടുകൂടി ഇതിനോട് പെരുമാറണമെന്നും ഇതിനെ പോരാടാനായി സർക്കാരിനെ സഹായിക്കണമെന്നുമാണ് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളെയും വരൾച്ചയിലേക്ക് തള്ളിവിട്ട 16 ദിവസം നീണ്ട ഒരു ഉഷ്ണതരംഗം ഇതിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചു. ഇത് ഘോരമായൊരു കാട്ടുതീയാക്കി മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമോറ, ലിയോൺസ്, ഓറൻസ്, കാഴ്സേഴ്സ് തുടങ്ങി കാട്ടുതീ അതിശക്തമായ പല മേഖലകളിലേക്ക് കൂടുതൽ അഗ്നിശമന സേനാ യൂണിറ്റുകളെ വിന്യസിച്ചെങ്കിൽ പോലും ഇതിനൊന്ന് ചെറുതായിട്ടെങ്കിലും തണുപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാട്ടുതീ വ്യാപിക്കുകയാണ്. സൈന്യത്തിൻ്റെ സഹായമടക്കം പല മേഖലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ അഗ്നിശമന സൈനികരുൾപ്പെടെ 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ. 2006-ന് ശേഷമുള്ള ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലൂടെ സ്പെയിൻ, ഈ രാഷ്ട്രം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3 ലക്ഷത്തിലധികം ഹെക്ടർ കത്തിനശിച്ച 2022-ലെ റെക്കോർഡാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. അതിലും ഭീകരമായൊരു കാട്ടുതീയാണ് ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മനഃപൂർവ്വമുണ്ടാക്കിയ മനുഷ്യനിർമ്മിത ദുരന്തമാണോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട്. 27 പേരെ ഈ സംശയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20ഓളം കേസുകളിൽ അന്വേഷണം നടക്കുന്നുമുണ്ട്. 1400ഓളം പ്രദേശവാസികളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതമായ ലിയോണിലെ തീപിടുത്തവും മനുഷ്യനിർമ്മിതമായിരിക്കുമെന്ന അനുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ നടത്തുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഈ ജനജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുന്നതും ദുസ്സഹമാക്കുന്നതും. ഈ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഭയം, ഭീതി ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. യൂറോപ്പിൽ റെക്കോർഡ് കടന്നാണ് ഈ താപനില മുന്നോട്ട് പോകുന്നത്. 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട്. കനത്ത ചൂടിൽ പലയിടത്തും ഇത്തരത്തിൽ കാട്ടുതീ വ്യാപിക്കുമ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായി കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അൽബേനിയയിൽ മാത്രം പലയിടത്തായി 40-ലധികം തീപിടുത്തമാണ് ഉണ്ടായത്. അയൽരാജ്യമായ മോണ്ടിനഗ്രോയിൽ തലസ്ഥാനമായ പോഡിഗോയിൽ തീപിടുത്തം സംഭവിച്ചതും പർവ്വതങ്ങളിൽ തീ അണയ്ക്കാനായി വിന്യസിച്ച ടാങ്ക് മറിഞ്ഞ് സൈനികനടക്കം മരിച്ചതും ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഐബീരിയൻ ഉപദ്വീപിൽ ഉഷ്ണതരംഗം കാട്ടുതീയുടെ സാധ്യത വലിയ തോതിൽ തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. സ്പെയിനിലെ മാഡ്രിഡിന് സമീപത്തുണ്ടായ തീപിടുത്തം വലിയ കാറ്റുണ്ടായതിനെ തുടർന്ന് വ്യാപകമായി തന്നെ പടർന്നു. അത് പ്രദേശവാസികളിലേക്കൊക്കെ തന്നെ തീ പടരാനായി കാരണമായി മാറിയിട്ടുണ്ട്. തീയണയ്ക്കാൻ സഹായിക്കുന്നവരൊക്കെ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ച ഇതുതന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഗ്രീസിൽ കഴിഞ്ഞ ദിവസം മാത്രം പുതിയ 82 തീപിടുത്ത കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 32 അഗ്നിശമന വിമാനങ്ങളും 4800-ലധികം അഗ്നിശമന സേനാംഗങ്ങളുമാണ് തീയണയ്ക്കാനായി ഇപ്പോൾ ദുരന്തമുഖത്തുള്ളത്.
ഉയർന്ന ഉഷ്ണതരംഗ മർദ്ദമായ ജൂലിയ തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് എത്തി എന്നുള്ള വാർത്തയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ജർമ്മനിയിൽ ഉഷ്ണതരംഗം തന്നെയാണ് ശക്തമായി ആഞ്ഞടിക്കുന്നത്. പലയിടത്തും പകൽ താപനില 33 ഡിഗ്രി സെൽഷ്യസിലേക്ക് കടന്നു. ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസാണ് ഇനി ഉയരാൻ സാധ്യതയുള്ളതാണ് കാലാവസ്ഥാ വകുപ്പും പറയുന്നത്. ചൂടിനൊപ്പം തന്നെ അന്തരീക്ഷ ഈർപ്പവും വലിയ തോതിൽ തന്നെ വർദ്ധിക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്നവരെയൊക്കെ വലിയ തോതിൽ ഇത് അലട്ടുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം കഴിഞ്ഞ ആഴ്ച ഇസ്താംബൂളിൽ അതിശക്തമായൊരു കാട്ടുതീ പടർന്നു പന്തലിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആഴ്ചകളായി നീണ്ട് തുർക്കിയിൽ കാട്ടുതീ പടരുകയും ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ രാജ്യത്തെ 4ാമത്തെ വലിയ നഗരമായ ബർസയിലാണ് കാട്ടുതീ പടർന്നത്. 1700-ലധികം ആളുകൾ അവിടെ വീട് വിട്ട് പലായനം ചെയ്തു. അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങളും കാട്ടുതീയിൽ അകപ്പെട്ട് മരണപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ ബർസയെ ചുറ്റിപ്പറ്റിയുള്ള വനാന്തരങ്ങളിലാണ് രാത്രിയിൽ അതിവേഗം തീ പടർന്നത്. ജൂൺ അവസാനം മുതൽ ദിവസേന നിരവധിയിടത്ത് ഇത്തരത്തിൽ കാട്ടുതീ പടരുന്നതായി പറയപ്പെടുന്നുണ്ട്. രാജ്യത്ത് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച പടിഞ്ഞാറൻ പ്രവിശ്യകളായിട്ടുള്ള ഇസ്മിർ, ബിലിസിക് എന്നിവ സർക്കാർ ദുരന്ത മേഖലയായി തന്നെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തുർക്കിയുടെ പല മേഖലകളിലുമായി 2000-ലധികം അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. വടക്ക് കിഴക്കൻ ഗ്രാമങ്ങളിൽ നിന്നും 2000-ലധികം ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു. കാട്ടുതീ പറന്നതോടെ ബർസയെ തുർക്കി തലസ്ഥാനമായ അങ്കാറയുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ അടക്കം അടച്ചിടേണ്ടി വന്നു. നഗരത്തിന് ചുറ്റുമുള്ള 3000 ഹെക്ടർ പ്രദേശമാണ് കത്തി നശിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹൃദയാഘാതം ബാധിച്ച് അഗ്നിശമന സേനാംഗമടക്കം മരിച്ചതും ഇതിന്റെ ഭീതി വർദ്ധിപ്പിച്ചു. പുലർച്ചയോടെ പ്രദേശത്ത് കാറ്റിന്റെ വേഗത കുറഞ്ഞു. കൃഷിയിടത്തും പൈൻ മരങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞിരുന്ന പല പ്രദേശങ്ങളിലും തീ വിഴുങ്ങുകയും അത് ചാരമായി മാറുകയും ചെയ്തു. ശനിയാഴ്ച രാജ്യത്തുടനീളം 84 തീപിടുത്തങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതായി അവിടുത്തെ വനം മന്ത്രി ഇബ്രാഹിം യുമാക്ലി പറഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ കാട്ടുതീ പറന്നു പിടിച്ച കരാബുക്ക് ഉൾപ്പെടെ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള മേഖലയൊക്കെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമൊക്കെ തന്നെയാണ് ഈ കാട്ടുതീ ഇങ്ങനെ പടർന്നു പന്തലിക്കാനായി കാരണമായിട്ടുള്ളത്. തുർക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഉയർന്ന താപനില ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കുകിഴക്കൻ സിർനാക് പ്രവിശ്യയിൽ 50.5 ഡിഗ്രി സെൽഷ്യസാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുർക്കിയിലെ 132 സ്ഥലങ്ങളിലും ഉയർന്ന താപനില സമാനമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.